ഇത് ഇത്രയ്ക്ക് ഡേഞ്ചറസ് ആണ്. നമ്മൾ പല ന്യൂസിലും റിപ്പോർട്ട്സിലേക്ക് കണ്ടിട്ടുണ്ടാവും കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് പല ഫയർ ക്രാക്കർ ഫാക്ടറികളിലും ബ്ലാസ്റ്റ്, അതുപോലെ പല ഉത്സവങ്ങളിലും ബ്ലാസ്റ്റ്. ഇത് കാരണം ഓരോ ഇൻസിഡൻസിലും മൾട്ടിപ്പിൾ ഡെത്ത്സ് ആണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഇഷ്യൂ ആണ് റൈസ് ചെയ്യുന്നത്. നോർമൽ ആയിട്ടുള്ള ഫയർ ക്രാക്കേഴ്സ് അല്ലെങ്കിൽ പടക്കങ്ങൾ ഉപയോഗിക്കുന്നത് മേജർ ആയിട്ടുള്ള 3 കെമിക്കൽസ് ആണ്: പൊട്ടാഷ്യം നൈട്രേറ്റ്, സൾഫർ, അതുപോലെ ചാർക്കോൾ. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ പൊട്ടാഷ്യം നൈട്രേറ്റ് ഓക്സിജനെ കൊടുക്കും. എത്ര ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും ഔട്ട്സൈഡ് എയറിൽ അത് ബ്ലാസ്റ്റ് നടക്കാൻ ഇത് സഹായിക്കും. പിന്നെ വരുന്ന കാർബൺ ഈ ഓക്സിജനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഗ്യാസായി മാറും. അവിടെ ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗ്യാസിന്റെ എക്സ്പാൻഷൻ ആണ് നമ്മൾ കേൾക്കുന്നത് പടക്കം പൊട്ടുന്ന ഒച്ചയായി കേൾക്കുന്നത്. പിന്നെ വരുന്ന സൾഫർ ഒരു റിയേജന്റ് പോലെ ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിൽ പോലും ഇതിന്റെ ബേണിങ്ങിന് സഹായിക്കും. ബ്ലാക്ക് പൗഡറിൽ ഓരോ കെമിക്കൽസിനും അതിൻ്റെതായിട്ടുള്ള റേഷ്യോസ് ഉണ്ട്. സേഫ്റ്റി കൺസേൺസ് കാരണം അതിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. മോസ്റ്റ് കേസസിൽ സേഫ്റ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ ബ്ലാസ്റ്റ് സംഭവിക്കുന്നത് അതിന്റെ കെമിക്കൽ മിക്സിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറേജിൽ. കെമിക്കൽ മിക്സിങ്ങിൽ ഏതെങ്കിലും ഒന്നിന്റെ അളവ് കൂടിപ്പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ സ്റ്റോറേജ്, സൾഫറിന്റെ കേസ് പറഞ്ഞു. സൾഫർ എന്തിനു സഹായിക്കും? ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ ഇഗ്നൈറ്റ് ചെയ്യാൻ സഹായിക്കും, അല്ലെങ്കിൽ കത്താൻ സഹായിക്കും എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് സംഭവിക്കും? സൾഫർ റേഷ്യോ വളരെ കൂടുതലാണെങ്കിൽ ചെറിയൊരു ചൂട് അല്ലെങ്കിൽ ചെറിയൊരു സ്പാർക്ക് വന്നാൽ പോലും എന്ത് ചെയ്യും? അവിടെ ബ്ലാസ്റ്റ് നടക്കാനുള്ള സാധ്യത കൂടും. 1 ഗ്രാം പൗഡറിൽ ഓൾമോസ്റ്റ് 2 മുതൽ 3 കിലോ ജൂൾ എനർജി ഉണ്ട്. അതായത് 10 ഗ്രാമിൽ ഓൾമോസ്റ്റ് 30,000 ജൂൾ എനർജി. ഇതൊരു ചെറിയ സ്പേസിലാകുമ്പോൾ വളരെ ഡേഞ്ചറസ് ആണ്. ഇത് വെറും ഫാക്ടറികളെ മാത്രം ബാധിക്കും എന്ന് വിചാരിച്ചാൽ നിങ്ങൾ തെറ്റി. റോങ് ആയ ഫോർമുലേഷനിൽ ഉണ്ടാക്കിയ ഒരു ഫയർ പൗഡർ അല്ലെങ്കിൽ ആ ഒരു ഫയർ ക്രാക്കർ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്കും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. പല ഫെസ്റ്റിവൽസും വരാൻ നിൽക്കുന്നുണ്ട്. എല്ലാവരും സേഫ് ആയിട്ട് മാത്രം ഫയർ ക്രാക്കേഴ്സ് യൂസ് ചെയ്യുക. ഇതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്